മഞ്ചൂരിയൻ ചാറ്റിൽ ഞാൻ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഒരു ആട്ടിൻകുട്ടിയെ. ശരിക്കും പറഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടിയുടെ ഇന്നസെൻസ് ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ചാക്കോച്ചനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് വെൽക്കം ചെയ്യാം ചാക്കോച്ച. അപ്പോൾ ആട്ടിൻകുട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? പേര് തന്നെ ഭയങ്കര ഒരു വ്യത്യസ്തമാണ്. അതിൽ തന്നെ നമുക്കൊന്ന് തുടങ്ങിക്കളയാം. ശരിക്കും എൽസമ്മ എന്ന ആൺകുട്ടി ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് സിന്ധുരാജ്, സ്ക്രിപ്റ്റ് റൈറ്റർ സിന്ധുരാജ് ടൈറ്റിൽ പറയുന്നത്, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. അത് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നി, ഒരു ഫൺ എലമെൻ്റ് അതിൽ ഫീൽ ചെയ്തു. 3 തല്ലിപ്പുള്ളികളായ പുള്ളിപ്പുലികളായ ചേട്ടന്മാർ, അവരുടെ ആട്ടിൻകുട്ടിയായ ഒരു പാവാനിയൻ. ചേട്ടന്മാർ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകൾ കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നെട്ടോട്ടം ഓടേണ്ടി വരുന്നൊരു പാവം അനിയൻ്റെ ക്യാരക്ടറാണ് ഈ ആട്ടിൻകുട്ടി. ആ ഒരു ടൈറ്റിൽ മാത്രം പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനും ലാലുവും ഷൂട്ടിംഗ് കഴിയുമ്പോൾ, എൽസമ്മ എന്ന ആൺകുട്ടിയുടെ ഷൂട്ടിംഗ് കഴിയുമ്പോൾ പിരിയുന്നത്. എൽസമ്മ ഒരു വൻ വിജയമാകുന്നു. അതിനുശേഷം ആട്ടിൻകുട്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് പിന്നീടാണ് കുട്ടനാട്ടിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. കാരണം ലാൽ ജോസ് എസ് കുമാർ കോംബോ അവർ ഇതുവരെ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം കുട്ടനാട് ബാക്ക് ഡ്രോപ്പിൽ ചെയ്തിട്ടില്ല. അപ്പം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന ആ ഒരു ചേട്ടന്മാരുടെയും ഒരു അനിയൻ്റെയും രസകരമായിട്ടുള്ളൊരു ത്രെഡ് അത് കുട്ടനാട്ടിലേക്ക് പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു ഫുൾ ഒരു സ്റ്റോറിയും കാര്യങ്ങളും അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എനിക്കൊന്ന് എൽസമ്മ കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും സംഭവിക്കുന്നത്. അപ്പം കുട്ടനാട്ടിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്ഥിരം കുട്ടനാട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരം ഒരു ഫ്രെയിമുണ്ട്, കുട്ടനാട് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടനാടിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പോഴത്തെ മോഡേൺ കുട്ടനാട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാനായിട്ടാണ് പിന്നീട് ലാലു ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ലാലു വിളിച്ചിട്ട് പറയുന്നു, ചക്കഗോപൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ചേട്ടന്മാർ ചക്കക്കൂട്ടം. ഓക്കെ. ഇവൻ ഇപ്പോഴത്തെ കുട്ടനാട്ടിലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഇപ്പോൾ ടൂറിസം വളരെയധികം ഫ്ലറിഷ് ചെയ്യുന്നു, കുറേയധികം ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവനൊരു ചെറിയ ഹൗസ് ബോട്ട് കൊടുക്കാം. ഈ ചേട്ടന്മാരാണോ? അല്ലല്ല, ഞാൻ സ്വന്തമായിട്ട് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് ഞാനാണ് ഈ ഹൗസ് ബോട്ട് നടത്തുന്നത്. കാരണം ചേട്ടന്മാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, താല്പര്യവും ഇല്ല. ഇവർക്ക് തല്ല് കൊടുത്ത് നടക്കുക, അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ എടുക്കുക, അനിയൻ സമ്പാദിച്ചുകൊണ്ട് വരുന്ന കാശ് അടിച്ചു മാറ്റുക. ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് ഈ അനിയന്. ഹൗസ് ബോട്ടിൽ ലോൺ എടുത്തുകൊണ്ട് ബാങ്കിൽ ലോൺ അടയ്ക്കണം, വീട്ടിൽ ചിലവ് നടത്തണം, 3 ചേട്ടന്മാരെയും പോറ്റണം, അമ്മയുണ്ട്, ഒരു പാവം അമ്മയുണ്ട്, ലളിത ചേച്ചിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തി ഒരു മോഡേൺ ഔട്ട്ലുക്ക് കൊണ്ടുവന്നു, സായിപ്പന്മാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. വലിയ പഠിത്തമൊന്നുമില്ല, ഇംഗ്ലീഷൊക്കെ അഷ്ടിപുഷ്ടിയേ ഉള്ളൂ. അറിയാവുന്ന ഹൗ ആർ യു, വാട്ട് ഈസ് ദിസ്, യു ആർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികളൊക്കെ ഉള്ളൂ പുള്ളിക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു അപ്പിയറൻസ് മാറ്റി ഒരു ഗോട്ടിയും കുറേ സ്റ്റഡ്സും കുറേ മോതിരങ്ങളും കുറേ റിസ്റ്റ് ബാൻഡ്സും കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളും മോഡേൺ ഡ്രസ്സുകളൊക്കെ ആയിട്ടാണ് പുള്ളി ഇറങ്ങുകയാണ്. അതായത് പുള്ളി കുട്ടനാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, പക്ഷേ ഫോർട്ട് കൊച്ചി വരെ എത്തിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പരുവത്തിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഹൗസ് ബോട്ടിൽ ടൂറിസ്റ്റുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ക്ലാസിക്കൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു ക്ലാസിക്കൽ ഡാൻസർ കൈനഗിരി ജയശ്രീ എന്ന് പറയുന്നത് നമിതയുടെ ഹീറോയിൻ്റെ ക്യാരക്ടറിനെ കൊണ്ട് അത്രയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഇത് ആ കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലേ? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ്. ഇത് അവൻ്റെ ആവശ്യമാണ്. അവന് ഈ പറയുന്ന പോലെ ബിസിനസ് ബൂം ചെയ്യിക്കണം, അവന് കസ്റ്റമേഴ്സിന് വരണം. അപ്പോൾ അതുകൊണ്ട് അവൻ ഈ പറയുന്ന പോലെ ആ ഒരു ആവശ്യകത അവനെ കൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് ഒരു ഐഡിയാസൊക്കെ ഉണ്ടാക്കുന്നു. ഇതിൽ കവലക്കൽ കുര്യച്ചൻ എന്ന് പറയുന്നൊരു വില്ലൻ ക്യാരക്ടറുണ്ട്, ഷമ്മി തിലകൻ ചെയ്യുന്ന കഥാപാത്രം. അയാൾക്ക് ഒരു വലിയ ഹൗസ് ബോട്ടുണ്ട്, വളരെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ അമ്യൂണിറ്റീസ് ഒക്കെ ഉള്ളൊരു ഹൗസ് ബോട്ടാണ്. പക്ഷേ പുള്ളിക്ക് എപ്പോഴും ടൂറിസ്റ്റുകളെ കിട്ടണമെന്നില്ല. പുള്ളിയേക്കാളും കൂടുതൽ ഈ ചക്കഗോപനാണ്. ചക്കഗോപൻ്റെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക്, ഹൗസ് ബോട്ടിലേക്കാണ് കൂടുതലും ആൾക്കാർ കിട്ടുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. പക്ഷേ അത് ഈ പറയുന്ന പോലെ ഒരുപാട് നാടൻ കഥാപാത്രങ്ങൾ, സാധാരണക്കാരുടെ കഥാപാത്രങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുട്ടനാടിൻ്റെ ഒരു പുതിയ മുഖവും കൂടെ കാണിച്ച് വളരെ നല്ല ഗാനങ്ങളും ഹ്യൂമറും എല്ലാം കൂടെ ഇടകലർത്തിയ ഒരു പക്ക
എൻ്റർടൈനർ. ഈ ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങളിലേക്ക് വളരെ രസകരമായ പല ഫോട്ടോസുകളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതായത് തോണി മറിഞ്ഞ് ചാക്കോച്ചൻ വെള്ളത്തിൽ പോകുന്നു, പിന്നെ ചാക്കോച്ചൻ നീന്തറിയാൻ തോന്നുന്നു അല്ലേ, കുട്ടനാടുകാരനായത് കാരണം നീന്ത് പഠിപ്പിക്കേണ്ടി വരുമല്ലോ. അത് എങ്ങനെ സംഭവിച്ചു? അത് എങ്ങനെ പെട്ടെന്ന് മറിഞ്ഞു പോയി? ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ എടുത്തത് എൻ്റെ ഇൻട്രോ ഷോട്ടാണ്, സീനുകളാണ്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ കൊതുമ്പ് വള്ളം വളരെ ഫാസ്റ്റായിട്ട് തുഴയുന്നു. എന്നെക്കാളും നന്നായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തുഴയുന്ന കുറേ ആൾക്കാർ എന്നെ ചേസ് ചെയ്ത് വള്ളങ്ങളിൽ വരുന്നു. അപ്പം ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു വള്ളം എൻ്റെ അടുത്ത് തരുന്നു, ഞാനതിൽ കയറിയിരിക്കുന്നു, ബാലൻസ് അത്യാവശ്യം കിട്ടുന്നു, ഞാൻ തുഴയുന്നു. ഇതൊക്കെ ഞാൻ കുട്ടനാടുകാരനായതുകൊണ്ട് അറിയാതെ വന്ന് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ അത് ദൈവം സഹായിച്ച് ആ സമയത്ത് കറക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ടെൻഷനുള്ള കാര്യം ഇത് ക്യാമറ ഫിക്സ് ചെയ്ത ഫ്രെയിമിലൂടെ പോകണം, കറക്റ്റ് സമയത്ത് പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയരുത്, വളയരുത്, മറിയരുത്, വീഴരുത്, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. സ്പീഡ് കൂടരുത്, കുറയരുത്. ഇതൊക്കെ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ലാലു ഞാൻ ആക്ഷൻ പറയുമ്പോൾ മാത്രമേ വരാവുള്ളൂ. ഇത് അല്ലേ തന്നെ അതിൻ്റെ ഡയറക്ഷനൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ബാലൻസ് ചെയ്ത് നമ്മൾ നിൽക്കുന്നത്. ഷോർട്ട് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ അത് വരണം, ഫ്രെയിമിലേക്ക് വരണം, വരൂ കുറേ നേരമായിട്ടും വരുന്നില്ല. കാരണം എനിക്കിത് സെറ്റായിട്ട് വരുന്നില്ല. അപ്പം അതിൻ്റെ ചീത്ത വേറെ. പിന്നെ ഇവർ പുറകെ വരുന്ന ആൾക്കാരെക്കാളും സ്പീഡിൽ തുഴയണം, അത് വേറെ ടെൻഷൻ. മറിയരുത്, ഡയറക്ഷൻ കറക്റ്റ് ആവണം, പോകുന്ന വഴികൾ കറക്റ്റ് ആവണം. ഇതെല്ലാം എങ്ങനെയൊക്കെയോ സംഭവിച്ചു.